പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ സ്ഫോടനം 6 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. നിരവധി പേർക്ക് പരിക്കേറ്റു. ബി കെ സുഗയിലുണ്ട് വിവരങ്ങൾ നൽകാനായി. ബി കെ, ഇത് എപ്പോഴാണ് ഈ സ്ഫോടനം നടക്കുന്നത്? ഈ 6 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു സ്ഥിരീകരണം ഔദ്യോഗികമാണോ? മറ്റു വിശദാംശങ്ങൾ? ഇപ്പോൾ മരണസംഖ്യ ഉയരുകയാണ്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടന്ന സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 12ആയി. ഔദ്യോഗികമായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുന്നു. 12 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു, 20-ലധികം പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ ഒരു കോടതിയുടെ ബിൽഡിങ്ങിന് പുറത്താണ് ഈ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്, ഈ ഒരു സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പാകിസ്ഥാനിൽ നിരവധി സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ ഡൽഹി സ്ഫോടനത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരുപക്ഷെ ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാം എന്നുള്ള ഒരു ആശങ്ക കൂടി പാകിസ്ഥാനിലെ മാധ്യമങ്ങളെല്ലാം തന്നെ പങ്കുവെക്കുന്നുണ്ട്. നിരവധി മൃതദേഹങ്ങൾ ഒരു പോലീസ് വാനിൽ കയറ്റിക്കൊണ്ടു പോകുന്നതിന്റെ ദൃശ്യങ്ങളും ഇസ്ലാമാബാദിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറാണ് പെട്ടെന്ന് പൊട്ടിത്തെറിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതേപോലെ തന്നെ അവിടെ ഈ കോർട്ടിന് പുറത്ത്, കോടതിക്ക് പുറത്തുണ്ടായിരുന്ന ആളുകളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ളത്. മരണസംഖ്യ ഇനിയും ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം നിരവധി പേർക്ക് ഗുരുതരമായിട്ടാണ് പരിക്കേറ്റത് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. കോടതിക്ക് പുറത്ത് വൻ ജനാവലി ഉണ്ടായിരുന്ന ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെയാണ് ഇപ്പോൾ ഈ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. എന്താണ് ഇതിന് പിന്നിൽ, ആരാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ് എന്നാണ് ഇസ്ലാമാബാദിലെ പോലീസ് സംഘം പറയുന്നത്.